गंभीरता से लें और किसी भी स्थिति के अंदर അസാധാരണമായ സംഭവ വികാസങ്ങൾക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം വേദിയാകുന്നത്. സാധാരണ സഭയ്ക്കകത്താണ് വാഗ്വാദങ്ങളും പോർവിളിയുമെങ്കിൽ ഇത്തവണ പതിവില്ലാത്ത വിധം സഭയ്ക്ക് പുറത്ത് പോർവിളിയും കയ്യാങ്കളിയും പരിധി കടന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കയ്യേറ്റ ആരോപണവും കേസുമുണ്ടായി. അമിത്ഷാ മനഃപൂർവ്വമോ അബദ്ധത്തിലോ നടത്തിയ പ്രസ്താവന വളർന്നു വലുതായപ്പോൾ സ്പീക്കറുടെ ചായ സൽക്കാരം പോലും ബഹിഷ്കരിച്ച് പ്രതിപക്ഷം കടുപ്പിക്കുകയാണ്. ആർക്കാണ് അംബേദ്കറോട് ഏറ്റവും അധികം പ്രിയം? അംബേദ്കർ വാദം പാർലമെന്റിൽ അതിൽ നേട്ടമുണ്ടാക്കിയത് ആരാണ്? അദാനിയിൽ ഇടഞ്ഞവർ അംബേദ്കറിൽ ഒന്നിച്ചോ? ചർച്ച ചെയ്യുന്നു. സ്വാഗതം. കോൺഗ്രസ് നേതാവ് ശ്രീ റോണി കെ ബേബി, നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ബി.ജെ.പിയുടെ പ്രതിനിധിയായി, ഒപ്പം ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ അധ്യാപകൻ എന്നിവർ ചർച്ചയുടെ ഭാഗമാണ്. ആദ്യം ശ്രീ കൃഷ്ണദാസ്, ഇവിടെ നമുക്കറിയാം ഒരുപാട് വിഷയങ്ങൾ പാർലമെന്റിലെ ഈ ശീതകാല സമ്മേളനത്തിൽ ചർച്ചയുടെ ഭാഗമായി കടന്നുപോയതാണ്. ഏറ്റവും ഒടുവിൽ രാജ്യസഭാ ഉപാധ്യക്ഷനെതിരെ പോലും പ്രമേയം കൊണ്ടുവരിക എന്ന അത്യപൂർവമായ സാഹചര്യത്തിനു കൂടി ഈ ശീതകാല സമ്മേളനം വേദിയായത് നമ്മൾ കണ്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരികയും ആദ്യഘട്ടത്തിലൊക്കെ ഈ അദാനി വിഷയത്തിലും മറ്റും വിഘടിച്ച് നിന്ന പ്രതിപക്ഷം, അവർ ഈ അദാനി വിഷയത്തിലൊക്കെ വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ തമ്മിൽ. കോൺഗ്രസ് ഒറ്റപ്പെട്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ഒന്നിപ്പിക്കാൻ ഈ അമിത്ഷായുടെ ഈ പ്രസ്താവന അത് സഹായകരമായി എന്ന നിരീക്ഷണം കൂടി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതിനോടുള്ള ബി.ജെ.പിയുടെ പ്രതികരണം എന്താണ്? രഞ്ജിത്തെ, നമ്മുടെ ഈ പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ദയവായി തുടരുക സാർ, തിരിച്ചു വരാം താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ, ഇവിടെ ഇന്ന് നമുക്ക് അസാധാരണമായ ഒരുപാട് സംഭവവികാസങ്ങൾക്ക് താങ്കളും സാക്ഷ്യം വഹിച്ചാണ്. സന്തോഷ് കുമാർ എം പി ആണ് ടെലിഫോൺ ലൈനിലുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതുവരെ ഉണ്ടായ ഈ ശീതകാല സമ്മേളനത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പരസ്പരം വാക്പോര് നടത്തി ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും സമ്മേളനം അല്പം പോലും മുന്നോട്ട് പോകാനാത്ത പശ്ചാത്തലം ഉണ്ടാക്കുകയും ചെയ്തതിന്റെ ഉത്തരവാദികൾ ആരാണ്? അല്ല, ഉത്തരവാദികൾ ആരാണ് എന്ന് ഈ ദൃശ്യങ്ങളെല്ലാം കാണുന്ന, ഈ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കേണ്ടതാണ്. പ്രതിപക്ഷം ഉയർത്താൻ ശ്രമിച്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും ഒരു സാഹചര്യം പറയുമ്പോൾ അതിന്റെ ഒരു പഴയ ചരിത്രം കൂടെ നോക്കണമല്ലോ. ബി.ജെ.പി. ഇന്ത്യയിലെ പ്രതിപക്ഷമായിരുന്ന കാലത്ത് തുടർച്ചയായ 3 ആഴ്ച പാർലമെന്റ് നടപടികൾ സ്തംഭിപ്പിച്ചവരാണ്. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെങ്കിലും അവരത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഞങ്ങൾ അങ്ങനെ ചെയ്യണമെന്നുള്ളതല്ല. നമ്മളെപ്പോഴും ഈ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഒരു കാര്യം പറയുമ്പോൾ, അല്ലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് മുൻപ് അരുൺ ജെയ്റ്റ്ലിയുടെ തന്നെ മഹത്തായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ സമയക്കുറവുണ്ട് അത് പറയുന്നില്ല. ഡിസ്റപ്ഷനും ഇതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇനി അത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അദാനി വിഷയം ഉന്നയിക്കാൻ നല്ലതുപോലെ ശ്രമിച്ചു. ഞങ്ങളെ പാർട്ടിക്ക് CPIക്ക് അദാനി വിഷയം ഉന്നയിക്കുന്നതിനകത്ത് യാതൊരു തടസ്സവും ഇല്ല. ബാക്കി എല്ലാ പാർട്ടികൾക്കും ചിലപ്പോൾ പല ബന്ധങ്ങളുണ്ടാവും. അദാനിയായിട്ട് ഉന്നയിക്കാൻ ശ്രമിച്ചു. അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് നമ്മൾ കണ്ടു. JPC കൊടുത്താൽ എന്താണ്? JPC എന്ന് പറയുന്നത് ബി.ജെ.പിക്ക് മുൻതൂക്കമുള്ള JPC ആണ് വരാൻ പോകുന്നത്. എങ്ങനെ ശ്രമിച്ചാൽ ഇപ്പോ JPC ഇന്നലെ അനൗൺസ് ചെയ്തു 1 നേഷൻ 1 ഇലക്ഷന്റെ ബി.ജെ.പിക്കാണ് മുൻതൂക്കം. അത് അങ്ങനെ സംഭവിക്കാൻ സാധിക്കൂ, അത് നടക്കട്ടെ. അതിന് തയ്യാറാവുന്നില്ല. പിന്നെ വിഷയം മാറി വന്നു. ഇനി ലേറ്റസ്റ്റ് ആയ വിഷയത്തിലേക്ക് വന്നാൽ, അമിത്ഷാ നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് അങ്ങേയറ്റം അരോചകവും അസ്വീകാര്യവുമായ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗം കേൾക്കുന്ന ഒരാൾക്കും, ഞാൻ നേരിട്ട് കേട്ട ആളാണ്, അന്നേരം തന്നെ നടത്താൻ ശ്രമിച്ചു, നടന്നില്ല. പിന്നീട് ഇന്നലെ മിനിഞ്ഞാന്ന് ഇന്ന് ആ വിഷയം ഉയർത്തിപ്പിടിച്ചു. നിങ്ങൾ നമ്മളെ സാധാരണ പറയുന്ന പോലെ എന്താ പറയാ, നാട്ടിൽ പറഞ്ഞു, ഞാൻ കണ്ണൂരായിട്ട് പറയാ, രാമനാമം ചോദിക്കുന്നതാണ് നിനക്ക് രാമനാമം ചോദിച്ചൂടെ എന്ന് പറയുന്ന പോലെ വളരെ ഇതായിട്ടാണ്. അല്ല, ഈ പ്രസംഗത്തിന് 30 സെക്കൻഡ് മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്നാണ് ബി.ജെ.പിയുടെ ആരോപണം. നോക്ക്, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയാം. നമുക്ക് എപ്പോഴും വസ്തുതകളാണ് ജയിക്കുക. ഞാൻ നിങ്ങളോട് തൽക്കാലത്തേക്ക് ഫോണിൽ എന്ത് പറഞ്ഞില്ലെങ്കിലും ഈ കേൾക്കുന്നവരെല്ലാം ഇത് മുഴുവൻ നോക്കുക. അമിത്ഷായുടെ 1.5 മണിക്കൂർ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ട ആളാണ്. അത് എന്റെ ഒരു അവസരം കൊണ്ടാണെന്ന് കൂട്ടിക്കോളൂ. ഈ പ്രസംഗത്തിനകത്ത് അമിത്ഷായുടെ എറഗൻസ് എന്ന്, നിങ്ങൾ ബോൺ എറഗന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികം ഇവിടെ നിന്ന് മറച്ചു വെക്കാൻ പറ്റില്ല. ഞാൻ ഒറ്റ വിഷയം പറഞ്ഞു വെക്കാം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളാണ് ഈ UCC എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല നിങ്ങൾ ചോദിച്ചു. ആരാണ് തടസ്സപ്പെടുന്നത് ചോദിച്ചു. അപ്പൊ ഉത്തരം പറയാം, ഞങ്ങളാണ് സ്വയം നേരിട്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ നടപ്പാക്കും, ഞങ്ങൾ അതിന്റെ വഴിയിലാണ്. അങ്ങനെ UCC വൈകാതെ നടപ്പാക്കും എന്ന് തുടങ്ങി നിരന്തരമായ പ്രതിപക്ഷ നേതാവിനെ വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹം വെല്ലുവിളിച്ചു. എന്നുവെച്ചാൽ ആ ഒരു ഭാഷ.
അപ്പൊ ആ അറഗൻസ് ആണ് പുറത്തേക്ക് പോകുന്നത്. അമിത്ഷാ ഈ അംബേദ്കറെ കുറിച്ച് പറഞ്ഞ ആ സ്റ്റൈല്. രണ്ടാമത്തെ കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ദേവനാമം ജപിക്കുന്നല്ലേ നല്ലേന്ന് പറയുന്നത്. ആ 30 സെക്കൻഡ് അല്ല 1.5 മണിക്കൂർ പ്രസംഗത്തിനിടയിൽ പ്രതിപക്ഷം ഇനിയും ഭാവിയിലും ഉറച്ചു പിടിക്കേണ്ട 5ഓ 6ഓ പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഉറപ്പാണ്. നിങ്ങൾ ഒരു നല്ല മാധ്യമ പ്രവർത്തകர்கள் നിരീക്ഷിച്ചു നോക്കിക്കോളൂ. അപ്പൊ അതുകൊണ്ട് 30 സെക്കൻഡ് വീഡിയോ മാത്രം കട്ട് ചെയ്ത് ഇതാക്കുന്നതല്ല, വളരെ മോശപ്പെട്ട സമീപനമായിരുന്നു. അതിനെതിരെയുള്ള സമരമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, രാജ്യം മുഴുവൻ ആ മുദ്രാവാക്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, അതാണ് സംഭവം. ശ്രീ പി കൃഷ്ണദാസ്, ഈ സമരം അതിനെയും അവസാനിപ്പിക്കില്ല, രാജ്യവ്യാപകമായി സമരത്തിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ശ്രീ സന്തോഷ് കുമാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നേരിട്ട് ദൃക്സാക്ഷി കൂടിയാണ് സന്തോഷ് കുമാർ. എന്താണ് ഈ വിഷയത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളിലേക്ക് ഇത് കടക്കാനും നമുക്ക് സമാനതയില്ലാത്ത വിധം ഒരു സമ്മേളനം തടസ്സപ്പെടാനും അലങ്കോലമാകാനും? ഈ അകത്തൊക്കെ നമ്മൾ ഒരുപാട് തർക്കങ്ങളും ബഹളങ്ങളും കണ്ടിട്ടുണ്ട് സഭയ്ക്കകത്ത്. പക്ഷെ പുറത്ത് പോയി തർക്കമുണ്ടാകുക, ബഹളമുണ്ടാക്കുക, പരസ്പരം കയ്യാങ്കളി, കയ്യേറ്റം, പ്രതിപക്ഷ നേതാവിന്റെ കേസ്, അങ്ങനെ എന്തെന്ത് സംഭവങ്ങൾ, അതെങ്ങനെ നമ്മൾ കാണണം? നമ്മുടെ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ മാത്രമല്ല, നേരത്തെയും പാർലമെന്റ് സമ്മേളനങ്ങളിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള ഒരു സമീപനം, പ്രത്യേകിച്ച് ഭരണകക്ഷിക്കെതിരെ നിരന്തരമായ നിലപാടുകൾ സ്വീകരിക്കുക, ഭരണകക്ഷി കൊണ്ടുവരുന്ന ഏത് കാര്യത്തിനെയും എതിർത്തുകൊണ്ട് പാർലമെന്റിനകത്ത് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക, പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുക, പാർലമെന്റിൽ നിന്ന് ഏത് വിധേനയും നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് പ്രതിപക്ഷം അവരുടെ അംഗസംഖ്യയുടെ എണ്ണത്തെക്കാൾ അപ്പുറം പാർലമെന്റിനോട് ഒരു നിഷേധാത്മക നിലപാട് കാണിക്കുക, ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് നേരത്തെ ഇപ്പോ ജമ്മു കാശ്മീരിന്റെ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയുടെ കാര്യത്തിലാണെങ്കിലും നിരവധി സമയങ്ങളിൽ BJP കൊണ്ടുവന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള പരിഷ്കാരങ്ങൾ, അത് GST കൊണ്ടുവന്ന സമയത്താണെങ്കിലും ഒക്കെ പല ഘട്ടങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത സമയത്ത് അതിനേക്കാളൊക്കെ വ്യത്യസ്തമായി പാർലമെന്റ് നടപടികളെ ഒരു മിനിറ്റ് പോലും നടത്താൻ സമ്മതിക്കാതെ, ഇപ്പൊ നമ്മുടെ കേരള നിയമസഭയിൽ അങ്ങനെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നിരന്തരമായി പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുക, പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക, അടിയുണ്ടാക്കുക, ആ ഒരു നിലവാരത്തിലേക്ക് പാർലമെന്റിനെ കൂടി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു രീതിയായി പ്രതിപക്ഷവും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത്. ഭരണപക്ഷത്തിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക, ഗവൺമെന്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക, ഗവൺമെന്റിന്റെ നയങ്ങൾ പാർലമെന്റിൽ പറയാനുള്ള അവസരം കൊടുക്കാതിരിക്കുക, ഈ തരത്തിൽ നിരവധിയായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഒരു ശൈലിയായി മാറ്റിയിരിക്കുകയാണ്. അത് ഗുണം ചെയ്യുമോ എന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കേണ്ടതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉന്നയിച്ച് സമാനതയില്ലാത്ത വിധത്തിൽ ഭരണപക്ഷവും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെയും നമ്മൾ ഈ സമ്മേളനത്തിൽ ദൃക്സാക്ഷികളായി. രഞ്ജിത്തെ, അത് എപ്പോഴാണ് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത്? ഈ രാജ്യവുമായി ബന്ധമില്ലാത്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു നടപടികളുമായി ബന്ധമില്ലാത്ത മറ്റൊരു വിഷയം ഉയർത്തിക്കൊണ്ട് പാർലമെന്റിനകത്ത് അനാവശ്യമായി പ്രതിഷേധങ്ങളും അനാവശ്യമായി എന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുവരാനുള്ള അവകാശമുണ്ട്. പ്രതിപക്ഷത്തിന് ഏത് വിഷയം ഉന്നയിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അത് റൂൾ 56 പ്രകാരമോ ഇനി അതല്ല മറ്റേതെങ്കിലും നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടോ അടിയന്തര പ്രമേയമായിട്ടോ കൊണ്ടുപോകുന്നോ ഏത് നടപടി കൊണ്ടുവന്നോ അവർക്ക് നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാം. അതിലൊന്നും ആരും അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അത് നമ്മുടെ പാർലമെന്റിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ മുന്നണിയും ആ പാർട്ടിയുമാണ്. അതിന് പ്രത്യക്ഷമായിട്ട് അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? പ്രതിപക്ഷ പാർട്ടികൾ എന്നുള്ള നിലക്ക് ഒരുമിച്ച് നിന്നിരുന്നു എന്ന് നാം വിശ്വസിച്ചിരുന്ന, നമ്മളെല്ലാം ധരിച്ചിരുന്ന ഒരു സംവിധാനത്തെ മുഴുവൻ തന്നെ ഭിന്നിപ്പിച്ച് നിർത്തുന്ന സാഹചര്യമല്ലേ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായത്? കോൺഗ്രസിന്റെ കഴിഞ്ഞ പ്രത്യേകിച്ച് UPA-യുടെ ഒപ്പം നിൽക്കുന്ന, അവരുടെ മഹാവികാസ് സഖ്യത്തിന്റെ ഒപ്പം നിൽക്കുന്ന എത്രയോ പാർട്ടികൾ ഈ പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായിട്ടുള്ള വിഷയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് പല പാർട്ടികളെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പൊ SP ആണെങ്കിലും BSP ആണെങ്കിലും അങ്ങനെയുള്ള പാർട്ടികളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു. എന്തായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം? കോൺഗ്രസ് ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് പ്രത്യേകമായി BJP-ക്കെതിരായി അല്ലെങ്കിൽ ഗവൺമെന്റിനായി എതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. ആ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടല്ലേ മറ്റു കക്ഷികൾ ആ മുന്നണിയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്വരങ്ങൾ. അങ്ങനെ ഒരു വിഘടിത സ്വഭാവം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നു എന്ന് ആരും സംശയമില്ല. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഇപ്പോൾ അദാനി വിഷയത്തിലായാലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ഒന്നിപ്പിക്കാൻ, ഏറ്റവും വർദ്ധിത വീര്യത്തോടെ BJP-ക്കെതിരെ ആഞ്ഞടിക്കാൻ, BJP-യെ ഒരു പരിധിവരെ വെട്ടിലാക്കാൻ ഈ പരാമർശമായി എന്നതാണ് ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന നാളുകളിൽ നമ്മൾ കണ്ടത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്, ആർക്ക് സംഭവിച്ച അബദ്ധമാണ് എന്നുള്ളതാണ്.
പാർലമെന്റിനകത്ത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി സംസാരിക്കുന്ന സമയത്ത് അതിനെ സംബന്ധിച്ച് ഇറങ്ങിയിട്ടുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ പുറത്തു വരികയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ചർച്ചകളുമാണ് നടന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അംബേദ്കറുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഭരണഘടനാ ശില്പിയുമായി ബന്ധപ്പെട്ട് എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന കാലഘട്ടങ്ങളിൽ, നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആരോടാണ് മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? അംബേദ്കർക്ക് മുംബൈ നോർത്ത് സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോടല്ലേ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ലേ അംബേദ്കറെ പരാജയപ്പെടുത്തിയത്? അപ്പൊ അംബേദ്കറുമായി ഉയർത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയപരമായി അതല്ലെങ്കിൽ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പിന്നോക്ക വിഭാഗ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സാഹചര്യം ഒരുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണം നടത്തുക. പരീക്ഷണമാകാം രാഷ്ട്രീയത്തിൽ, പക്ഷെ ആ പരീക്ഷണം ബഹുമാനപ്പെട്ട അംബേദ്കറെ ഉയർത്തിക്കൊണ്ട് വേണമോ എന്നുള്ളത് അവർ ആലോചിക്കേണ്ടതാണ്. അവരെ തിരിഞ്ഞു കൊത്തുന്ന സാഹചര്യമാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അംബേദ്കറും നെഹ്റുവും തമ്മിലുള്ള ചർച്ചകളുടെയും അദ്ദേഹം തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെയും ചരിത്രമറിയാത്തവരല്ലല്ലോ ഈ രാജ്യത്തെ ആളുകൾ. നെഹ്റുവിന്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു പോയ 2 മന്ത്രിമാരിൽ ഒരാൾ ഡോക്ടർ അംബേദ്കർ ആയിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്? അപ്പൊ ആദ്യത്തെ പാർലമെന്റിൽ കോൺഗ്രസിനോട് മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടായി ഡോക്ടർ അംബേദ്കറെ സംബന്ധിച്ച്. അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പോകേണ്ട സാഹചര്യം ഉണ്ടായി. അതിനെ സംബന്ധിച്ച് അന്നത്തെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നെഹ്റുവിന്റെ അഭിപ്രായം എന്തായിരുന്നു? അദ്ദേഹം പോകണമെങ്കിൽ പോകട്ടെ എന്നുള്ളതായിരുന്നില്ലേ? അപ്പൊ അംബേദ്കറുടെ നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ, അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ നെഹ്റുവോ കോൺഗ്രസോ ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളല്ലല്ലോ. അപ്പം രാഷ്ട്രീയത്തിന് വേണ്ടി നമുക്ക് എന്തും പറയാം, പക്ഷെ നിലപാടുകൾ അത് ഇല്ലാതെയാകുന്നില്ലല്ലോ. ആ നിലപാടുകൾ ഒരു കാലഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് മറക്കണം, അതല്ലെങ്കിൽ അതിൽ നിന്ന് വിടുതൽ വരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യത്തിന് ഈ അവസരം ശ്രീ റോണി കെ ബേബി അതാണോ സംഭവിച്ചത്? കാരണം നമുക്കറിയാം, സംഭാൽ വിഷയം വലിയ ചർച്ചയാക്കാൻ ശ്രമിച്ചു പാർലമെന്റിൽ. മണിപ്പൂർ വിഷയം വലിയ ചർച്ചയായിരുന്നു. വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പ്രിയങ്ക ഗാന്ധി വരെ സംസാരിക്കാൻ നമ്മൾ കണ്ടു. അദാനി വിഷയത്തിൽ വലിയ പ്രക്ഷോഭം സഭയിലുണ്ടായി. അങ്ങനെ പലവിധ വിഷയങ്ങളിൽ ഒരു മുൻതൂക്കം ലഭിക്കാത്ത പശ്ചാത്തലം, അദാനി വിഷയത്തിലൊക്കെ ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ഭിന്നതകളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പലവിധ വിഷയങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിനെയൊക്കെ ഒന്ന് മറയ്ക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന വിഷയങ്ങളിലൊന്നും വിജയിക്കാതിരുന്ന ഒരു മുന്നണി അതിനെ അതിജീവിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമാണ് ഇത് എന്നുള്ള ബി.ജെ.പിയുടെ അഭിപ്രായത്തിലുള്ള പ്രതികരണം എന്താണ്? 2014 ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ പാർലമെന്റിന്റെ എല്ലാ സമ്മേളനങ്ങളിലും വളരെ കൃത്യമായി തന്നെ ഈ രാജ്യത്തെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കോൺഗ്രസും അതിനുശേഷം ഇന്ത്യ മുന്നണിയും വളരെ കൃത്യമായി തന്നെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പലതവണ പോലും ബി.ജെ.പി അല്ലെ ഭരണകക്ഷി ഇത്തരം ചർച്ചകളൊക്കെ വഴിതിരിച്ചു വിടുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളും അനാവശ്യമായി കൊണ്ടുവന്നുകൊണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതുപോലെയല്ല ഇപ്പോഴുണ്ടായിരുന്ന സംഭവവികാസങ്ങൾ. കാരണം ഇവിടെ വളരെ കൃത്യമായി തന്നെ ബി.ജെ.പി പ്രതിരോധത്തിലായിരിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, 2014 മുതൽ ഈ പാർലമെന്റ് സ്തംഭിച്ച ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങൾ ഉണ്ടായിട്ടും അതിന് ഒരു പ്രതികരണമായി ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ പാർലമെന്റിന് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടു, ഈ ഡോക്ടർ B.R. അംബേദ്കർ, ഭരണഘടനാ ശില്പി, അദ്ദേഹവുമായി ബന്ധപ്പെട്ട അമിത്ഷാ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായപ്പോൾ, രാജ്യമെമ്പാടും വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ അതിനൊരു വിശദീകരണവുമായി ആദ്യം രംഗത്ത് വരുന്നു. തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി അമിത്ഷായെ ന്യായീകരിച്ചുകൊണ്ട് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ 2014 ശേഷമുള്ള രാഷ്ട്രീയത്തിൽ ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത, കാരണം പാർലമെന്റിലെ എന്ത് വിഷയമുണ്ടായാലും അതിന് പുറത്തെ ഒരു വിശദീകരണവുമായി പ്രധാനമന്ത്രി വരുന്ന ഒരു സാഹചര്യമില്ല. പക്ഷെ ഇവിടെ എന്താണ്? കാരണം ബി.ജെ.പി വളരെ കൃത്യമായി തന്നെ ഇതിന്റെ അപകടം തിരിച്ചറിയുന്നു. കാരണം ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയം, കാരണം ഇത് ഡോക്ടർ B.R. അംബേദ്കറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മാത്രമല്ല ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഡോക്ടർ B.R. അംബേദ്കറിന്റെ രാഷ്ട്രീയത്തെ തമസ്കരിക്കുന്നതിന് വേണ്ടി, ഡോക്ടർ B.R. അംബേദ്കർ രൂപീകരിച്ച ഭരണഘടന അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ബി.ജെ.പി ഇവിടെ കൃത്യമായി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ തവണ 400 സീറ്റ് വേണം. ചില ബി.ജെ.പി നേതാക്കൾ വരെ പറയുണ്ടായി, ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഇത്തവണ ഭരണഘടനയെ ഭേദഗതി ചെയ്യും. ഇപ്പോൾ എന്താണ് ഭരണഘടനയെ ഭേദഗതി ചെയ്ത് വരാൻ പോകുന്ന അപകടം? കാരണം ഡോക്ടർ B.R. അംബേദ്കറിന്റെ ആശയങ്ങൾ, സാമൂഹ്യ നീതി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ കുറയ്ക്കപ്പെടും എന്ന് ഞങ്ങൾ ബലമായി ഞങ്ങളിവിടെ സംശയിക്കുന്നുണ്ട്. ഇപ്പൊ ശ്രീ ബി.ജെ.പിയുടെ വക്താവ് ശ്രീ കൃഷ്ണദാസ് പറഞ്ഞു, കോൺഗ്രസ് ഡോക്ടർ B.R. അംബേദ്കറിനെ എല്ലാ കാലത്തും അവഗണിച്ചിരുന്നു,
പക്ഷെ അത് വാസ്തവവിരുദ്ധമാണ്. കാരണം ഡോക്ടർ BR അംബേദ്കറിന് ഒരു സാഹചര്യത്തിലും ചേർന്നു പോകാൻ കഴിയാത്ത ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടെങ്കിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമാണ്, RSSന്റെ ആശയമാണ്, BJPയുടെയും ജനസംഘത്തിന്റെയും ആശയമാണ്. അദ്ദേഹം അത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പല സമയങ്ങളിലും അത് പിന്നെ കൃത്യമായി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാടിലും. അതുകൊണ്ടാണല്ലോ 1926 മനുസ്മൃതി പരസ്യമായി കത്തിക്കുവാനായിട്ട് ഡോക്ടർ BR അംബേദ്കർ നേതൃത്വം നൽകിയത്. ഈ ഹിന്ദുത്വ ആശയങ്ങളോടുള്ള എതിർപ്പ് കൊണ്ടാണല്ലോ 1956 ഏകദേശം 3.5 ലക്ഷം അനുയായികളുമായിട്ട് അദ്ദേഹം ബുദ്ധമതത്തിൽ ചേർന്നത്. അംബേദ്കർ പുസ്തകം തന്നെ നോക്കുക, അനിഹിലേഷൻ ഓഫ് ദ കാസ്റ്റ്, ജാതി സമ്പ്രദായത്തെ എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഒരു മറയുമില്ലാതെ തുറന്ന് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ RSSന്റെ പ്രത്യയശാസ്ത്രത്തെ എതിർത്തിരുന്നു. അദ്ദേഹത്തിന് യോജിച്ചു നിൽക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രങ്ങളായിട്ടാണ്. ഞങ്ങളുമായി രാഷ്ട്രീയമായ സാർ, അതിനൊക്കെ നമുക്ക് ഇപ്പോൾ ഒരുപാട് നമുക്ക് ചരിത്രം പഠിക്കുന്നവരൊക്കെ എന്തായിരുന്നു അംബേദ്കറും കോൺഗ്രസുമായുള്ള ബന്ധമെന്നുള്ളതും എങ്ങനെയാണ് അംബേദ്കർ കോൺഗ്രസുമായി തെറ്റിപ്പിരിച്ചത് എന്നുള്ളതും ഒപ്പം നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചത് എന്നുള്ളതും ഏറ്റവും പരാജയപ്പെട്ട പ്രധാനമന്ത്രി എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ച ആരാണ് എന്നുള്ളതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരു അംബേദ്കർ പ്രേമമുണ്ട്, അംബേദ്കറുടെ ഇഷ്ടമുണ്ട്. ഇത് നമുക്കറിയാം, ഈ പാർലമെന്റ് സമ്മേളനത്തിലുടനീളം എന്തായിരുന്നു BJP വളരെ കൃത്യമായി ലക്ഷ്യം വെച്ചിരുന്നത്? അത് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി അടക്കം അമിത്ഷാ അടക്കം അറ്റാക്ക് ചെയ്തത് ജവഹർലാൽ നെഹ്റുവിനെ ആയിരുന്നു. അപ്പോൾ നെഹ്റുവുമായി ഈ പറഞ്ഞ നെഹ്റുവിൻ്റെ ഓരോ കാര്യങ്ങളിലും അംബേദ്കർക്കുണ്ടായിരുന്ന വിയോജിപ്പൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തും എല്ലാവരും പഠിക്കുന്നതും ചരിത്രം അറിയാവുന്ന ആൾക്ക് അറിയാവുന്നതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ വളരെ കൃത്യമായൊരു വിഷയം കോൺഗ്രസിന് വീണ് കിട്ടുന്നു. അതിപ്പോൾ 30 സെക്കൻഡ് പ്രസംഗത്തിൻ്റെ 30 സെക്കൻഡ് ഭാഗമായാലും എന്തായാലും അത് ഉപയോഗപ്പെടുത്തുന്നു. അതിനെ മറ്റു പല വിഷയങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള അല്ലെങ്കിൽ ജനശ്രദ്ധ മാറ്റാനുള്ള ആയുധമാക്കി ഉപയോഗിക്കുന്നു. എന്നതിനപ്പുറം മറ്റു തരത്തിൽ എന്ത് പ്രയോജനം ഈ വിഷയം ഇത്രത്തോളം കത്തിക്കുന്നത് കൊണ്ട് കോൺഗ്രസിനുണ്ടാകും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ ശ്രീ റോണി. ഞാൻ വളരെ കൃത്യമായി തന്നെ ഉത്തരം പറയാം. കാരണം 20ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ഒരു 50-52 വർഷം BJPക്ക് അല്ലെങ്കിൽ ജനസംഘത്തിന് ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ കഴിയാതെ പോയത് അവര് പട്ടിക വിഭാഗങ്ങൾക്കെതിരാണ്, ദളിത് വിഭാഗങ്ങൾക്കെതിരാണ് എന്നുള്ള ഒരു നരേറ്റീവ് വളരെ പ്രബലമായി തന്നെ ആ വിഭാഗത്തിലുള്ള ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിന് ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടാണ് അവര് ആദ്യം ഈ പറയുന്ന BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ട് ബംഗാരു ലക്ഷ്മണനെ കൊണ്ടുവന്നു, ഒരു പിന്നോക്ക വിഭാഗക്കാരൻ. അവിടെ തൊട്ട് തന്നെ BJP കൃത്യമായി മനസ്സിലായി ഇന്ത്യ അധികാരത്തിൽ വരണമെങ്കിൽ ഈ ദളിത് രാഷ്ട്രീയത്തെ കൂടെ നിർത്തിയാലേ കഴിയുള്ളൂ. അതുകൊണ്ട് 21ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞ 25 വർഷം BJP വളരെ കൃത്യമായി തന്നെ ഇവിടെ പരീക്ഷിച്ച് വിജയിപ്പിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ദളിത് രാഷ്ട്രീയത്തെ കൂടെ നിർത്താൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ട് ഉത്തർപ്രദേശിൽ കല്യാൺ സിംഗിനെ കൊണ്ടിരുന്നു, മധ്യപ്രദേശിൽ ഉമാഭാരതിയെ കൊണ്ടിരുന്നു, ശിവരാജ് സിംഗ് ചൗഹാനെ കൊണ്ടിരുന്നു, ജാർഖണ്ഡിലാണ് ബാബുലാൽ മറാണ്ടിയെ കൊണ്ടിരുന്നു, അല്ലെങ്കിൽ രാംനാഥ് കോവിന്ദിനെ പ്രസിഡന്റ് ആക്കുന്നു, അല്ലെങ്കിൽ OBC വിഭാഗക്കാരാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ മുന്നിൽ നിർത്തുന്നത് വളരെ കൃത്യമായി തന്നെ 2009 23% BJPക്ക് അനുകൂലമായി വീണ ദളിത് വോട്ടുകളെങ്കിൽ അത് 2019 44%. അതാണ് അവരുടെ രാഷ്ട്രീയ നീക്കം. അങ്ങനെയാണ്. അങ്ങനെ കൃത്യങ്ങൾ കോൺഗ്രസിന്റെ എന്താണ് കോൺഗ്രസിന്റെ മണ്ണ് എങ്ങനെ ചോർന്നു പോയി എന്നുള്ളത് കൃത്യമാണ് അവിടെ. അത് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ട കാര്യമല്ലേ സാർ? നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം എന്റെ കൺക്ലൂഷനിലേക്ക് വരട്ടെ. പക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തിരിച്ചടിയേറ്റു. ഞാൻ കൃത്യമായി പറയാം, 86 ദളിത് മണ്ഡലങ്ങൾ, SC മണ്ഡലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. 2019 ആ 86 മണ്ഡലങ്ങളിൽ 46 മണ്ഡലങ്ങളിൽ BJPയാണ് ജയിച്ചതെങ്കിൽ 2024 അവരുടെ സീറ്റ് 46-ൽ നിന്ന് 33ആയി. ഇന്ത്യ മുന്നണി 53 സീറ്റുകളിൽ ഈ SC മണ്ഡലങ്ങളിൽ വിജയിച്ചു. കാരണം എന്താ? ഞങ്ങൾ 2024 ഉയർത്തിക്കൊണ്ടു വന്ന വിഷയം, കാരണം BJP പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരാണ്. പിന്നോക്ക വിഭാഗങ്ങളെ ദളിത് വിഭാഗങ്ങളെ വോട്ട് ബാങ്കായി മാത്രമാണ് കണക്കാക്കുന്നത്. ജാതി സെൻസസ് എന്ന് പറയുന്ന വിഷയത്തോട് BJP ഇതുവരെ നിലപാട് സ്വീകരിച്ചിട്ടില്ല. 2011 ഈ രാജ്യത്ത് സെൻസസ് നടന്നതിന് ശേഷം 16-17 വർഷമായി ഈ രാജ്യത്ത് സെൻസസ് നടക്കുന്നില്ല. 2011 കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന സെൻസസ്, അതിൽ കൃത്യമായി തന്നെ ജാതി സെൻസസ് ഉണ്ടായിരുന്നു. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 2015 മോദി സർക്കാരിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ ഈ മോദി ഭരണകൂടം ഈ വോട്ട് പിടിക്കാൻ വേണ്ടി അധികാരത്തിൽ കയറാൻ വേണ്ടി മാത്രമാണ് ദളിത് പ്രേമം എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി തരാം. ഇന്ത്യയിലെ ദളിത് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ശക്തികേന്ദ്രമായ ഉത്തർപ്രദേശിൽ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കനത്തി തിരിച്ചടിയുണ്ടായത്. കാരണം എന്താ? കാരണം ദളിത് പിന്നോക്ക വോട്ടുകൾ വലിയ രീതിയിൽ ഉത്തരേന്ത്യയിലെ BJPക്ക് എതിരായി മാറി. അതുകൊണ്ടാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ പിന്നോക്കം പോകുന്നത് കണ്ടത്. അപ്പോൾ ഇന്ത്യയിലെ ദളിത് രാഷ്ട്രീയത്തിന്റെ ശക്തി എന്താണെന്നുള്ളത്. അപ്പോൾ BJP ദളിത് രാഷ്ട്രീയത്തെ ഒരു വോട്ട് ബാങ്കായി മാത്രമാണ് കരുതുന്നതെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ രാഷ്ട്രീയത്തെ കൃത്യമായി, കാരണം അതുകൊണ്ടാണ് BR അംബേദ്കർ ഇന്ന് ഈ വർത്തമാന ഇന്ത്യയിലെ ഏറ്റവും
ചർച്ച ചെയ്യപ്പെടുന്നത്. തിരിച്ചു വരാം ശ്രീ റോണി കെ ബേബി, തിരിച്ചു വരാം ശ്രീ ഡോക്ടർ ശ്രീ TS ശ്യാംകുമാർ. നമുക്കറിയാം ഈ അംബേദ്കറിനോട് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായിരുന്ന മനോഭാവം എന്തായിരുന്നു? ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും കോൺഗ്രസ് ചില സമയത്ത് അംബേദ്കറിനെ കൂടെ കൂട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ കോൺഗ്രസിനോട് എതിർത്താണ് അംബേദ്കർ എല്ലാ കാലത്ത് നിന്നതും മറ്റും. ഇപ്പോൾ ഈ മാറിയ കാലത്ത് ഇപ്പോൾ എന്തിന്റെ പേരിലായാലും ഈ അംബേദ്കറിനോട് ഈ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും കോൺഗ്രസിനും BJPക്കും ഉണ്ടാകുന്ന വല്ലാത്ത ഒരു സ്നേഹം, വല്ലാത്ത ഒരു അടുപ്പം, വല്ലാത്തൊരു കരുതൽ, അദ്ദേഹത്തെ തങ്ങളുടെ ആളാണ് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമൊക്കെ എന്തിൻ്റെ ഭാഗമാണ് എന്ന് ആരും ചിന്തിച്ചാൽ നമുക്ക് നോക്കിപ്പോകാനുള്ളത്. കാരണം നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ ബീഹാറിലും ഡൽഹിയിലുമായിട്ട് നടക്കാൻ പോവുകയാണ്. ദളിത പിന്നോക്ക വോട്ടുകൾ എത്രത്തോളം നിർണായകമാണ് ഈ സംസ്ഥാനങ്ങളെന്ന് നമുക്കറിയാം. അവിടെയാണ് അറിഞ്ഞോ അറിയാതെയോ പറ്റിയ ഒരു അബദ്ധത്തെ ആ തരത്തിൽ ന്യായീകരിക്കാൻ BJP ശ്രമിക്കുന്നത്. അതൊരു വലിയ അബദ്ധമാക്കി ചിത്രീകരിക്കാനും അതിനെ വല്ലാതെ കത്തിക്കാനും കോൺഗ്രസും ശ്രമിക്കുന്നത്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് ഞാൻ കരുതുന്നേ ഇല്ല. അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് പറയാൻ യാതൊരു ന്യായീകരണത്തിന് അവകാശവുമില്ല. കാരണം ഞാൻ ഒരു അംബേദ്കറിന്റെ ഒരു കോട്ട് വായിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരാം. 1947 സെപ്റ്റംബർ 25 ബോംബെയിലെ സിദ്ധാർത്ഥ് കോളേജ് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അംബേദ്കർ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിലെ വരികൾ ഇങ്ങനെയാണ്: ന്യൂനപക്ഷങ്ങളുടെ മൗലികാവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. മൗലികാവകാശം എന്നാൽ ഭൂരിപക്ഷത്തിന് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ ഒരവകാശവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ മറക്കരുത്. അതാണ് മൗലികാവകാശം എന്നതിന്റെ അർത്ഥം. ഒരു ഭരണഘടനയിൽ മൗലികാവകാശം ഭൂരിപക്ഷത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള അധികാരത്തിനുമേൽ പരമമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അങ്ങനെ ഭൂരിപക്ഷ ഭരണം എന്നത് വാസ്തവത്തിൽ ഒരു യാദൃച്ഛികതയാണ് എന്ന് 1947 സെപ്റ്റംബർ 25 ബോംബെയിൽ സിദ്ധാർത്ഥ് കോളേജിൽ ഡോക്ടർ BR അംബേദ്കർ പ്രഭാഷണം നടത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ച ജനാധിപത്യത്തെ സമ്പൂർണമായി അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഭരണകൂട ശക്തികൾ, സുപ്രീം കോടതി ഉൾപ്പെടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ മുന്നോട്ട് വെച്ച ജനാധിപത്യ സങ്കല്പത്തെ സമ്പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം തമ്പാൽ മസ്ജിദിന് നേരെയുള്ള ആക്രമണം, ഈ ഗ്യാൻവാപ്പി പോലെയുള്ള മസ്ജിദുകൾക്ക് മേലുള്ള ഹിന്ദുത്വവാദികളുടെ ആക്രമണം, ന്യൂനപക്ഷങ്ങളെ വലിയ രീതിയിലുള്ള ഹിംസ നടക്കുന്ന ഒരു കാലഘട്ടം, അപരരായി കാണുന്ന ഒരു രാഷ്ട്രീയ സങ്കല്പം, രാഷ്ട്രീയ വ്യവസ്ഥിതി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. ഭീകരമായ മുസ്ലിം ആക്രമണം, ന്യൂനപക്ഷ ആക്രമണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തെളിയിക്കുന്ന എന്താണ്? അംബേദ്കർ മുന്നോട്ട് വെച്ച ജനാധിപത്യ രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പല അർത്ഥത്തിലും അംബേദ്കറോട് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അതൊരു ഇന്ത്യൻ യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ത്യയിലെ കോടാനുകോടി മർദ്ദിത ജനങ്ങൾക്ക് ആശ്വാസവും അഭയവും ആശ്രയവും നീതിയുടെ വെളിച്ചവുമാണ് അംബേദ്കർ. അത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ കക്ഷികൾ കൊടുത്തതല്ല. കാരണം ജനാധിപത്യ ഭരണഘടന എന്ന് പറയുന്ന ആശയത്തെ ഇന്ത്യക്ക് നൽകിയ ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിലാണ്. അത് പ്രാതിനിധ്യം എന്ന് പറയുന്ന ആശയത്തെ വെറുക്കുന്ന ആരാണ്? ഇവിടുത്തെ ഹിന്ദുത്വ ശക്തികളും എല്ലാവരും ഒരുപോലെ, വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഒരുപോലെ പ്രാതിനിധ്യം എന്ന് പറയുന്ന ആശയത്തെ വെറുക്കുന്നു. ആ ആശയത്തിന്റെ കടക്കൽ കത്തിവെച്ചത് ആരാണ്? EWS എന്ന് പറയുന്ന ഓമന പേരിൽ പാസാക്കിയ സവർണ സംവരണം. ഈ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ടല്ലേ ആ സവർണ സംവരണം പാസാക്കിയത്. ആ സവർണ സംവരണം എന്ന് പറയുന്ന ആശയം അടിസ്ഥാനപരമായി ഡോക്ടർ BR അംബേദ്കർ കൊണ്ടുവന്ന റെപ്രസെന്റേഷൻ ഫോർ ഓൾ ക്ലാസസ് എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ്. കാരണം ഓൾറെഡി തന്നെ അമിത പ്രാതിനിധ്യമുള്ള ഒരു വിഭാഗത്തിന് വീണ്ടും ആ അമിതാധികാര കുത്തകയെ അംഗീകരിച്ചു കൊടുക്കുന്ന രീതിയിലാണ് വീണ്ടും EWS സംവരണം. അതിലെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും പിന്തുണയ്ക്കുകയല്ലേ ചെയ്തത്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ സർവകലാശാല അങ്കുൽ പലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 96% തസ്തികകളിലും അധ്യാപക തസ്തികകളിലും സവർണരാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ IIT-കളിൽ മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്കനുസരിച്ച് ഇന്ത്യൻ IIT-കളിലെ അധ്യാപക തസ്തികകളിൽ ഭൂരിഭാഗവും സവർണരാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഏതർത്ഥത്തിൽ നോക്കിയാലും ഇന്ത്യൻ ഭരണഘടനയുടെ വിധാതാവും സാമൂഹ്യ നീതിയുടെ സംസ്ഥാപകനും രാഷ്ട്രീയ തത്വചിന്തകനും ഒക്കെയായ ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയെ ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന എല്ലാ നിയമ തത്വങ്ങളെയും എല്ലാ ജനാധിപത്യ തത്വങ്ങളെയും
മറികടന്നുകൊണ്ടും അട്ടിമറിച്ചുകൊണ്ടുമല്ല ഈ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിൽ അതായത് ഇപ്പൊ ഈ പാർലമെന്റിൽ കിടന്ന് അംബേദ്കറുടെ പേരിൽ പോരടിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും അദ്ദേഹത്തിനോട് ഈ പറഞ്ഞ സ്നേഹമോ അദ്ദേഹത്തിന്റെ ആശയങ്ങളോടുള്ള അടുപ്പവുമില്ല, അതിന് പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അല്ല, ലക്ഷ്യങ്ങൾ പലതും ഉണ്ടാവാം. ലക്ഷ്യങ്ങൾ രാഷ്ട്രീയ കക്ഷികളാകുമ്പോൾ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഞാൻ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളുടെ ലക്ഷ്യത്തെ മാത്രമല്ല. ഇന്ത്യ പോലൊരു വിശാലമായ രാജ്യത്ത് ജനങ്ങളുടെ ഒരു ജനാധിപത്യപരമായ അവകാശങ്ങളുണ്ടല്ലോ. ഒരു ഉദാഹരണം മാത്രം അതിലേക്ക് ഞാൻ സൂചിപ്പിക്കാം. സാമുദായിക സെൻസസ് നടപ്പിലാക്കണം. ഇത് കോൺഗ്രസിന്റെ കാലത്ത് സാമുദായിക സെൻസസ് കൊണ്ടുവന്നല്ലോ. എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നില്ല? കർണാടകയിൽ ജാതി സെൻസസ് നടത്തുകയാണല്ലോ, എന്തുകൊണ്ട് റിപ്പോർട്ട് കൊണ്ടുവന്നില്ല? എന്തുകൊണ്ട് ഞാൻ ഇത് അംബേദ്കർ വിഷയവുമായി ബന്ധപ്പെടുത്തി പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ വ്യത്യസ്ത ജനസമുദായങ്ങൾക്ക്, പുറന്തള്ളപ്പെട്ട ദളിതർക്കും ആദിവാസികൾക്കും പിന്നോക്ക ജനതയ്ക്കും മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും അവർക്ക് പ്രാതിനിധ്യാവകാശങ്ങൾ ലഭ്യമാകണമെങ്കിൽ സാമുദായിക സെൻസസ് കൃത്യമായിട്ട് നടക്കണം. എന്തുകൊണ്ടാണ് അംബേദ്കറിനോട് പ്രേമമുണ്ടെന്ന് പറയുന്ന ഇടതു വലത്ത് കക്ഷികളൊക്കെ തന്നെ സാമുദായിക സെൻസസ് നടപ്പിലാക്കാൻ തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് ദളിതർക്കും ആദിവാസികളുടെയും പ്രാതിനിധ്യാവകാശം ഊട്ടിയുറപ്പിക്കാൻ തയ്യാറാവാത്തത്? കേരളത്തിൽ ഒരു കാര്യം മാത്രം ഉദാഹരണമായിട്ട് പറയാം. ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രാതിനിധ്യം ശൂന്യതരമാണെന്ന്. കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കോളേജുകൾ അടക്കം പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളെല്ലാം തന്നെ സമ്പൂർണ്ണമായി പുറന്തള്ളപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയാണ് കേരളത്തിൽ പുരോഗമനപരം എന്ന് പറയുന്ന കേരളത്തിൽ പോലും നിലനിൽക്കുന്നത്. തിരിച്ചു വരാം. ദയവായി തുടരുക. പ്രധാനപ്പെട്ട അതിഥികൾ വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. റോണി കെ ബേബി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വിഷയം അത് പാർലമെന്റിന് ഇതുവരെ നടപടിക്രമങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിൽ പരാജയപ്പെട്ടപ്പോൾ അതിനെ മറികടക്കാനുള്ള അന്തസ്സില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റമുണ്ടായി എന്നുള്ളതാണ് അതിനുള്ള മറുപടി. രഞ്ജിത്ത്, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പോലെ കുറെ സംഭവങ്ങളല്ല ഒരു രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ സ്വാധീനിക്കുന്നത്, മറിച്ച് ആശയപരമായ നിലപാടുകൾ. ഈ സംഭവങ്ങൾക്കിടയിലൂടെ എങ്ങനെ ആശയപരമായ നിലപാടുകൾ അത് അംഗീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ അത് മുന്നോട്ട് വയ്ക്കുന്നു, പ്ലേസ് ചെയ്യുന്നതാണ് ഇവിടെ വളരെ കൃത്യമായി തന്നെ ഈ വർത്തമാനകാല രാഷ്ട്രീയത്തില് BJPയും സംഘപരിവാറും മുന്നോട്ട് വയ്ക്കുന്ന ജയ് ശ്രീറാം, അതിനുള്ള കൃത്യമായിട്ടുള്ള ആന്റിതീസിസ് ആണ് ജയ് ഭീം എന്നുള്ളത്. ഇവിടെ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന കാവ്യ ദേശീയതയ്ക്കുള്ള കൃത്യമായിട്ടുള്ള ആന്റിതീസിസ് ആണ് നീല ദേശീയത എന്ന് പറയുന്നത്. ഇത് വളരെ കൃത്യമായി തന്നെ കോൺഗ്രസിന് ഡോക്ടർ BR അംബേദ്കറിനോട് വിയോജിപ്പുകളുണ്ട്, പക്ഷെ അതിനേക്കാൾ ഏറെ യോജിപ്പുകളുണ്ട്. ഇത് വളരെ കൃത്യമായി തന്നെ പറയാം. രണ്ട് കാര്യങ്ങളിലാണ് അംബേദ്കറോട് ഞങ്ങൾക്ക് വിയോജിപ്പുള്ളത്. ഒന്ന്, 1933 അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റംസെ മാക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു. കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂൻസികൾ രൂപീകരിക്കുക. ഗാന്ധിക്കും കോൺഗ്രസിനും മനസ്സിലായി ഇത് ഇന്ത്യയെ വീണ്ടും ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയിലേക്ക് ബ്രിട്ടീഷുകാർ കൊണ്ടുപോവുകയാണ്. ഗാന്ധി മരണം വരെ അതിനെതിരെ നിരാഹാരം വരുന്നു. അംബേദ്കർ ഈ കമ്മ്യൂണൽ അവാർഡിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. കാരണം ദളിത പിന്നോക്കക്കാർക്ക് പ്രാതിനിധ്യം കിട്ടുവാണെങ്കിൽ അങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ എന്നായിരുന്നു അംബേദ്കറുടെ നിലപാട്. പക്ഷെ ഇന്ത്യയെ തകർക്കുവാനായിട്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തകർക്കുവാനുള്ള നിലപാടാണെന്ന് കണ്ടുകൊണ്ടാണ് ഗാന്ധി ഇതിനെ എതിർത്തത്. അവസാനം എന്ത് ചെയ്തു? ഗാന്ധിയും അംബേദ്കറും തമ്മിലൊരു ധാരണയുണ്ടായി. അംബേദ്കർ കോൺഗ്രസിന്റെ നിലപാടിനെ അംഗീകരിച്ചു. രണ്ടാമത് ഞങ്ങൾക്ക് അംബേദ്കറോട് വന്ന ഒരു വിയോജിപ്പ് 1938 പാകിസ്ഥാൻ വാദം ഉയർന്നപ്പോൾ ആദ്യഘട്ടത്തിൽ ഡോക്ടർ BR അംബേദ്കർ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അദ്ദേഹം 400 പേജോളം വരുന്ന ഒരു റിപ്പോർട്ട് തന്നെ അതിന് അനുകൂലമായി തയ്യാറാക്കി. ഞങ്ങൾക്ക് അതിനകത്ത് വിയോജിപ്പുണ്ട്. പക്ഷെ പിന്നീട് നമുക്കറിയാം, ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ ആദ്യം അംബേദ്കർ മത്സരിച്ചത് ബോംബെ പ്രവിശ്യയിൽ നിന്നുമാണ്, അദ്ദേഹത്തിന്റെ സ്വന്തം പ്രവിശ്യയിൽ. അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നീട് അദ്ദേഹം ബംഗാൾ പ്രവിശ്യയിൽ പോയി മുസ്ലിം ലീഗിനെ പിന്തുണയോടെ മത്സരിച്ച് ജയിച്ചു. പക്ഷെ പാർട്ടീഷൻ വന്നപ്പോൾ ആ ബംഗാൾ പ്രവിശ്യയിലുള്ള ഭാഗങ്ങൾ പാകിസ്ഥാനിൽ പോയി. അദ്ദേഹത്തിന് അവിടെ സീറ്റില്ലാതായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ. ശ്രദ്ധിക്കണം, അന്ന് സർദാർ വല്ലഭായ് പട്ടേലും ജവഹർലാൽ നെഹ്റുവും കത്തെഴുതി അംബേദ്കറെ സ്വാഗതം ചെയ്ത് ബോംബെ പ്രവിശ്യയിലുള്ള കോൺഗ്രസിനകത്ത് രാജിവെപ്പിച്ചാണ് ഡോക്ടർ BR അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊണ്ടുവന്നത്. അതൊന്ന്. രണ്ട്, അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത്, അദ്ദേഹത്തെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി ഞങ്ങൾ മാറ്റി. ഇട്ടത് നെഹ്റുവിന്റെ ആദ്യത്തെ ക്യാബിനറ്റ് നിയമമന്ത്രിയാക്കി. എന്തിന്റെ പേരിലാണ് അംബേദ്കർ രാജിവെച്ചത്? നെഹ്റുവിനോട് വിയോജിപ്പല്ല. ഇവിടെ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നപ്പോൾ എന്ത് വലിയ പ്രക്ഷോഭമാണെന്ന് RSS അഴിച്ചുവിട്ടത്. നെഹ്റുവിന്റെയും അംബേദ്കറുടെയും കോലം പരസ്യമായി കത്തിച്ചുകൊണ്ട് പാർട്ടി വളർത്തിക്കൊണ്ട് അന്ന് ശങ്കരാചാര്യർ പറഞ്ഞു, ഹിന്ദുക്കളുടെ തലയിൽ വീഴാൻ പോകുന്ന ആറ്റം ബോംബാണ് ഈ പറയുന്ന ഹിന്ദു കോഡ് ബില്ല് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് RSSന് മുഖപത്രത്തിൽ ലേഖനം എഴുതിയില്ല ഓർഗനൈസറിൽ അംബേദ്കർ കൊണ്ടുവന്ന ഭരണഘടനയെ പരസ്യമായി കത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവസാനം പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നു ഹിന്ദു കോഡ് ബില്ല് പരാജയപ്പെട്ടു. അംബേദ്കർ രാജിവെച്ചു. നെഹ്റുവും വലിയ നിരാശനായി. 51-52 തെരഞ്ഞെടുപ്പിൽ
വളരെ കൃത്യമായി തന്നെ നെഹ്റു രാജ്യം മുഴുവൻ ഓടി നടന്ന് ക്യാമ്പയിൻ ചെയ്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഹിന്ദു കോഡ് ബില്ല് നടപ്പാക്കുമെന്നായിരുന്നു. കൃത്യമായി തന്നെ എന്താ അംബേദ്കർക്ക് കോൺഗ്രസുമായി ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളുമായിട്ട് രാഷ്ട്രീയമായി വ്യത്യാസമുണ്ട്. പക്ഷേ അംബേദ്കറുടെ ആശയം ഹിന്ദു കോഡ് ബില്ല് ഉൾപ്പെടെ, പിന്നോക്ക ശാക്തീകരണം ഉൾപ്പെടെ, ദളിത് രാഷ്ട്രീയം ഉൾപ്പെടെ, സാമൂഹ്യ നീതി ഉൾപ്പെടെ, അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണത്തിന് ഒന്നാമത്തെ മൗലികാവകാശം ശ്രദ്ധിക്കണം. ലോകത്തെ മറ്റു പല രാജ്യങ്ങളും അവിടെ മൗലികാവകാശങ്ങളിൽ ഒന്നാമത് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ പ്രഖ്യാപിച്ചത് സമത്വം. അതുകൊണ്ട് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെയും അംബേദ്കറിന്റെയും രാഷ്ട്രീയം, ആശയം, പ്രത്യയശാസ്ത്രം മേർജ് ചെയ്ത് മുന്നോട്ട് പോയി. കാരണം എന്താ, സംഘപരിവാറിന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ കൃത്യമായി തന്നെ അവർ പറയുന്നുണ്ടോ മനുസ്മൃതി എന്താ RSS ആവശ്യം നിഷേധിക്കാൻ കഴിയുമോ? ഈ പ്രകടനയെ ഈ RSS അംഗീകരിക്കുന്നുണ്ടോ? അവർ കൃത്യമായി ഭൂരിപക്ഷം കിട്ടി ഈ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി മനുസ്മൃതി അടിസ്ഥാനമാക്കി ഭാരതത്തെ എഴുതി വെച്ചിട്ടില്ല എന്ന് BJPക്ക് പറയാനായിട്ട് കഴിയുമോ? വളരെ കൃത്യമായി തന്നെ അന്നും ഇന്നും എന്നും RSS നിലപാട് ഈ ഭരണത്തെ അവർ അംഗീകരിച്ചിട്ടില്ല. ഈ പ്രാവശ്യം പാർലമെന്റിൽ സമർപ്പിച്ച ഈ പുതിയ പതിപ്പിൽ പോലും എന്താ മതേതരത്വം ഇല്ലാത്ത പതിപ്പാണ് അവര് ഈ പാർലമെന്റിൽ വിതരണം ചെയ്തത്. പുതിയ പാർലമെന്റിൽ സ്ഥാപിച്ച ഭരണഘടനയുടെ പതിപ്പിൽ പോലും മതേതരത്വമില്ല. കഴിഞ്ഞ ആഴ്ചയാണ് BJP സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയെ സമീപിച്ചത് മതേതരത്വം എടുത്തു കളയണം. അപ്പോൾ ഈ രാജ്യത്തെ ഭരണഘടനയെ അംഗീകരിക്കാത്ത RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോലും 1992 ദേശീയ പതാക ഉയർത്തി 42 വർഷം ദേശീയ പതാക അംഗീകരിക്കാനുള്ള ദേശീയ പതാക എതിർത്തവരാണ്, ഭരണഘടന എതിർത്തവരാണ്, അംബേദ്കറുടെ മുഴുവൻ ആശയങ്ങൾ എതിർത്തവരാണ്. ഇപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ അംബേദ്കർ ഉയർത്തിക്കൊണ്ടുവന്ന നിലപാടുകൾ ഏറ്റവും വളരെ പ്രസക്തമാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയം അതുപോലെ തന്നെ ശ്യാംകുമാർ ഇപ്പോൾ ഇവിടെ സംസാരിച്ച BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ പറയുന്നത് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അംബേദ്കറിന്റെ നിരീക്ഷണങ്ങൾ, അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെ പ്രസക്തമാണ് എന്നുള്ളതാണ്. അത് ആത്മാർത്ഥതയുള്ള ഒരു സമീപനമായി താങ്കൾ കാണുന്നുണ്ടോ? ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ചെയ്യേണ്ട കാര്യം പ്രാഥമികമായി നടപ്പിലാക്കേണ്ട കാര്യം സാമുദായിക സെൻസസ് നടപ്പിലാക്കാനുള്ളതാണ്. അംബേദ്കർ രാഷ്ട്രീയത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം സാമുദായിക സെൻസസ് അല്ലെങ്കിൽ ജാതി സെൻസസ് നടപ്പിലാക്കാനുള്ളതാണ്. ആ സെൻസസ് നടപ്പിലാക്കാത്തിടത്തോളം ഇപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, കർണാടകയിൽ നടപ്പിലാക്കിയല്ലോ, കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തുവിടാത്തത്? ഇപ്പൊ കേന്ദ്രത്തില് BJP ആണ് ഭരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറി തസ്തികയിൽ എത്ര ദളിതരും ആദിവാസികളും ഉണ്ട്? ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്ര വൈസ് ചാൻസലർമാരുണ്ട് ദളിതരും ആദിവാസികളുമായിട്ട്? ഇന്ത്യൻ IITയുടെ കാര്യം ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ. ഇന്ത്യൻ IITകളില് എത്ര ദളിതരും ആദിവാസികളും അധ്യാപകരായിട്ടുണ്ട്? എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ ഭരണകൂട ശക്തികളെ യഥാർത്ഥത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാത്തത്? ഒരു കാര്യം കൂടി പറയാതെ വയ്യ. അംബേദ്കറെ പറ്റി പറയുന്നതല്ല എന്തോ ദളിത് രാഷ്ട്രീയത്തിന്റെ ഒരു സംഗതിയാണ് എന്ന് പറയുന്ന അംബേദ്കറെ സങ്കുചിതപ്പെടുത്തുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. അംബേദ്കർ തീർച്ചയായിട്ടും ദളിത് ആദിവാസി രാഷ്ട്രീയത്തെ മുന്നോട്ടെടുത്ത ഒരാളാണ്. പക്ഷേ അംബേദ്കറെ ദളിത് ആദിവാസി രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ മാത്രം ചുരുക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി. കാരണം അംബേദ്കർ വാദിച്ചത് ഇന്ത്യയുടെ ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടിയായിരുന്നു. ആമൂലാഗ്രം ഇന്ത്യ ജനാധിപത്യവൽക്കരിക്കപ്പെടുക എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടിയാണ് അംബേദ്കർ വാദിച്ചത്. അല്ലാതെ ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടി മാത്രം വാദിച്ച ഒരാളായിട്ട് അംബേദ്കറെ അടയാളപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല. കാരണം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടി, പിന്നോക്ക ജനതയ്ക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിൽ നിയമങ്ങൾ പരിശോധിക്കൂ. ഈ തൊഴിൽ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ അംബേദ്കറുടെ സ്വാധീനം എത്രമാത്രം ആഴത്തിലുള്ളതാണ് ആ തൊഴിൽ നിയമത്തിൽ നമുക്ക് വ്യക്തമാകും. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ അംബേദ്കറോടുള്ള ഈ വിമർശനം, അംബേദ്കറോടുള്ള ഈ വെറുപ്പ് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതാണെന്ന് ഞാൻ കരുതില്ല. പാർലമെന്റിൽ ഒരു ചെങ്കോല് സ്ഥാപിച്ചിട്ടുണ്ടല്ലോ. ആ ചെങ്കോൽ എന്തിന്റെ പ്രതീകമാണ്? ഫ്യൂഡൽ നാടുവാഴിത്തത്തിന്റെ പ്രതീകമല്ലേ ആ ചെങ്കോല്? അങ്ങനെ ഫ്യൂഡൽ നാടുവാഴിത്തത്തിന്റെ പ്രതീകമായ ഒരു ചെങ്കോൽ ഇരിക്കുന്നിടത്ത് അംബേദ്കറിന് എന്താണ് പ്രസക്തി? ഒരു മിനിറ്റ് മറുപടി, ഒരു മിനിറ്റ് എനിക്ക് ഫക്രുദ്ദീനിലേക്ക് കൊടുക്കണം, സമയം കുറവുണ്ട്. രഞ്ജിത്തെ, ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണഘടനയുടെ ഒറിജിനൽ ഭരണഘടനയുടെ ഓരോ താളുകളും നമ്മളൊന്ന് മറച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ചിത്രങ്ങളെ സംബന്ധിച്ച്, അതിലുള്ള ആലേഖനങ്ങളെ സംബന്ധിച്ച് അത് പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട ശ്രീ ശാന്തകുമാർ പറഞ്ഞതും ശ്രീ റോണി KBB പറഞ്ഞതുമായിട്ടുള്ള വിഷയങ്ങളുടെ സംശയം നമുക്ക് മാറും. എന്തുകൊണ്ടാണ് അംബേദ്കർ അടക്കമുള്ള ഭരണഘടനാ സമിതി അതിൽ ആ നിലപാടുകൾ സ്വീകരിച്ചത് എന്നുള്ളത്? അത് ഏതെങ്കിലും ഒരു ദണ്ഡിനെ സംബന്ധിച്ചാണെങ്കിലോ അതിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങളെ സംബന്ധിച്ചാണെങ്കിലോ നമ്മുടെ ചരിത്രവും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ രീതികളും എല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഭരണഘടന അന്ന് സ്ഥാപിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഭരണഘടനയെ സംബന്ധിച്ച് എനിക്ക് അംബേദ്കർ
അംബേദ്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രവുമായും അദ്ദേഹത്തിന്റെ നിലപാടുകളാണെങ്കിലും അത് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ നിലപാടുകളുടെ ഭാഗമല്ല. അതൊരു പൊതു സംവിധാനത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ പ്രത്യേകിച്ച് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണെങ്കിലും അവകാശങ്ങളെ സംബന്ധിച്ചാണെങ്കിലും കടമകളെ സംബന്ധിച്ചാണെങ്കിലും പൗരാവകാശങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഇത്ര ബൃഹത്തായ ഒരു ഭരണഘടന ലോകത്ത് മറ്റൊന്നുമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും ആ ഭരണഘടന, അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയെ ഏത് കാലഘട്ടത്തിലാണ് തച്ചുടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്? 42ാം ഭേദഗതി ആർക്കും അറിയാത്തത്? ഭരണഘടനയുടെ 42ാം ഭേദഗതി അടിയന്തരാവസ്ഥയുടെ കാലഘട്ടങ്ങളിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധിയുടെ 42ാം ഭേദഗതിയും 44ാം ഭേദഗതിയും അത് എങ്ങനെയാണ് മാറ്റപ്പെട്ടത്? ഈ 39, 40, 41 അടക്കമുള്ള 42ാമത് ഭേദഗതി വരെ അതിനെല്ലാം മാറ്റിക്കൊണ്ട് 44ാം ഭേദഗതി ഉണ്ടാകുന്നത് വരെ എന്തായിരുന്നു ഈ ഭരണഘടനയുടെ സ്ഥിതി? അദാനിയിൽ ഇടഞ്ഞവർ അംബേദ്കറിൽ ഒന്നിച്ചു എന്നൊരു വ്യാഖ്യാനം കൂടി ഉണ്ടല്ലോ. അത് കുറച്ചുകൂടി ഇന്ത്യ മുന്നണിയെ അവസാന സമയത്ത് ശക്തിപ്പെടുത്തി എന്ന അതിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? അങ്ങനെ ഒരു ശ്രീ ഫഖ്റുദ്ദീൻ അലി, അല്ല ഇന്ത്യ മുന്നണിയിൽ എല്ലാം ഇന്ത്യ മുന്നണി എല്ലാം കൂടി പെട്ടെന്ന് 4 വായ്ക്ക് ആവുമെന്ന് വിചാരിച്ചായിരുന്നു. ആ സമയത്താണ് അംബേദ്കർ വിഷയം വന്നത്. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ശരിയാണ്, ഇവരുടെയൊക്കെ രാഷ്ട്രീയ താല്പര്യമാണ് എങ്കിൽ പോലും ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അംബേദ്കർ എടുത്തിട്ടാൽ ഇന്ത്യയിൽ വലിയ തീപ്പൊരികൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് എല്ലാവർക്കും, ഈ പ്രതിപക്ഷത്തുള്ള എല്ലാ കക്ഷികൾക്കും അതൊരു അവരുടെ കൈ കിട്ടിയ തീരെ പ്രതീക്ഷ. കാരണം അമിത്ഷായുടെ കയ്യിൽ നിന്ന് അങ്ങനെയുള്ള ഈ പറയുന്ന തമാശ രൂപത്തിൽ ലൂസ് സ്റ്റോക്ക് ഒന്നും ഉണ്ടാവാറില്ല. അപ്പൊ അവർക്ക് കിട്ടിയ ഒരു ആയുധമാണ് അത്. ഇന്ത്യ മുന്നണിക്ക് കുറച്ചുകൂടി ആയുസ് നീട്ടി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നന്ദി ശ്രീ ഫഖ്റുദ്ദീൻ അലി, ശ്രീ റോണി കെ ബേബി, ഒപ്പം ശ്രീ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഒപ്പം ശ്രീ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ. ഈ ചർച്ചയുടെ ഭാഗമായ നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം.